Hello, all are welcome to Rama Rajini Informative Channel. തണ്ട് വിഭജനം വഴി കൂടുതൽ ഫെലനോപ്സിസ് ഓർക്കിഡുകളെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ധാരാളം പൂക്കളും തൈകളും തന്ന ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ് മദർ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിനെയാണ് നമുക്ക് ക്രോസ് കട്ട് ചെയ്ത് പെരിപ്പിക്കേണ്ടത്. ഇതിൻ്റെ വളർച്ചാ രീതി എന്ന് പറയുന്നത് മൊണോപോഡിയൽ ആണ്. മൊണോപോഡിയൽ എന്ന് പറഞ്ഞാൽ ഏകശിഖ, അതായത് ഒരു സിംഗിൾ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് പ്ലാന്റുകൾ വളരുന്നു. അത് മുകളിലേക്ക് വളരുന്നു. ഇലകൾ സൈഡുകളിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ഈ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലും വളർന്നു വരുന്നു. മൊണോപോഡിയൽ വളർച്ചാ രീതി ആയതുകൊണ്ടാണ് ഇതിനെ നമുക്ക് 2 or 3 ഒക്കെ ആയി മുറിക്കാൻ പറ്റുന്നത്. ഫെലനോപ്സിസ് ഓർക്കിഡിനെ മാത്രമല്ല, വാണ്ട പോലുള്ള ഓർക്കിഡുകളെയും നമുക്കിങ്ങനെ സ്റ്റെം ഡിവിഷൻ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. മൊണോപോഡിയൽ മെത്തേഡിലൂടെ നമുക്കിഷ്ടപ്പെട്ട ഓർക്കിഡുകളുടെ തനി പകർപ്പുകൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ മദർ പ്ലാന്റിന് മൊത്തത്തിൽ ഡാമേജുകളൊന്നും സംഭവിക്കാതെ വളരെ സൂക്ഷിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ആയിട്ട് നമുക്കിതിനെ മുറിക്കാം. അതിനു വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കിയ പഞ്ഞി കൊണ്ട് ബ്ലേഡ് ഡിസ്ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യുവാൻ. സ്വിസർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിലും പ്ലാന്റിന് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കുന്നത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നതാണ്. ഏകദേശം നമ്മൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മുകൾ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ കുറേശ്ശെ മുറിച്ച് വേണം ഉള്ളിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ ഇലകൾ പോകുകയും റൂട്ടുകളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. ഇനി നമുക്ക് ഇവിടെ മുറിക്കാം. നമ്മൾ മുറിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ റൂട്ട് കണ്ടോ? ആ റൂട്ടിൻ്റെ താഴെ വെച്ച് വേണം നമുക്ക് മുറിക്കാൻ. മുകളിലേക്ക് വളരുന്നതിനും റൂട്ട് ആവശ്യമാണ്. ഇനി അടുത്ത സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാന്റ് മുറിഞ്ഞു വന്നിട്ടുണ്ട്. അതേ നോക്കൂ, ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 റൂട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ 2 പ്ലാന്റ് ആക്കിയിട്ടുണ്ട്. ഇനി വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടും പ്ലാന്റുമാണ്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്ത് സിനമോൺ പൗഡർ നമുക്ക് തേച്ച് കൊടുക്കാം. സിനമോൺ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. ഇതിന് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസുമുണ്ട്. ഇനി പ്ലാന്റിനെ മാറ്റി വയ്ക്കാം. ഇനി മുറിച്ച ഭാഗത്ത് താഴെ ഭാഗത്ത് നമുക്ക് സിനമോൺ പൗഡർ തേച്ച് കൊടുക്കാം. ഇനി സിനമോൺ വാട്ടറിൽ മുക്കിയ കോട്ടൺ ഉപയോഗിച്ചു പ്ലാന്റിനെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. പ്ലാന്റിൻ്റെ ഇലകളുടെ മോൾ ഭാഗവും താഴ്ഭാഗവും സെൻട്രൽ ഭാഗവുമെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. കേടുവന്ന ഒരു ഇലയുടെ അഗ്രഭാഗം സ്റ്റെറിലൈസ് ചെയ്ത സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഭാഗത്ത് ഫംഗിസൈഡ് പേസ്റ്റ് പുരട്ടി കൊടുക്കാം. സ്റ്റെം ഡിവിഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പ്ലാന്റിനെ പോട്ട് ചെയ്യാം. ഫെലനോസിസ് ഓർക്കിഡിൻ്റെ പോട്ടിംഗ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി നോക്കണേ. ആദ്യം അടിയിൽ കരി ഇട്ട് കൊടുക്കാം. കരിയുടെ മുകളിൽ നമുക്ക് കുറച്ച് ചകിരിക്കട്ട ഇട്ട് കൊടുക്കാം. ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതാണ്. കരിക്കട്ടയും ചകിരി എല്ലാം. അതിനുശേഷം നമുക്ക് പ്ലാന്റിനെ ചെരിച്ച് വെച്ച് പോട്ട് ചെയ്ത് കൊടുക്കാം. പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു തണലത്ത് തൂക്കിയിടാം. തൂക്കിയിട്ട് 2-3 ദിവസത്തിന് ശേഷം വെള്ളം നന തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ പ്ലാന്റിങ് കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ മുറിച്ചെടുത്ത പ്ലാന്റിൻ്റെ ബാക്കി ഭാഗമാണ്, അടിഭാഗമാണ്. ഇതിനെ നമ്മൾക്ക് ഈ ചട്ടിയിൽ നിന്നും ഇളക്കിയെടുക്കാം. ഇപ്പോൾ പ്ലാന്റിനെ ചട്ടിയിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉണങ്ങിയ വേരുകളെല്ലാം കട്ട് ചെയ്ത് ഫംഗിസൈഡിൽ മുക്കി ക്ലീൻ ചെയ്ത് ഈ പ്ലാന്റിനെ നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മോൾ ഭാഗത്തെല്ലാം നല്ല ഹെൽത്തി റൂട്ടുകളുണ്ട്. പ്ലാന്റിന് വളരുവാൻ അത്രയും റൂട്ട് മതിയാകും. ഇനി അതിനുശേഷം ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ചുറ്റും നിന്ന് 2-3 തൈകൾ നമുക്കുണ്ടാകും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.